ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള രേഖാമൂലമുള്ള നിരീക്ഷണങ്ങൾ അന്വേഷണത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നതും അതേസമയം ശരിയായ ദിശയിൽ നടക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കാൻ മാധ്യമങ്ങളും ബാഹ്യശക്തികളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നതുമാണ്. യഥാർത്ഥത്തിൽ കോടതിയുടെ വിമർശനങ്ങൾ വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ്. മാധ്യമങ്ങൾക്കെതിരെയും ചില ബാഹ്യശക്തികൾക്കെതിരെയും. ബാഹ്യശക്തികൾ പ്രതിപക്ഷമാണെന്നുള്ളത് വ്യക്തമാണല്ലോ. രണ്ട് ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ നിരന്തരം വാർത്ത കൊടുത്ത മാധ്യമങ്ങളുണ്ട്. കോടതി പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് ഉദ്യോഗസ്ഥരെ കോടതിയുടെ അനുമതിയോടെയാണ് ഉൾപ്പെടുത്തിയതെന്നും അവർക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞു എന്നുമാണ്. അവർ കഴിവും കാര്യക്ഷമതയും വിശ്വാസ്യതയുമുള്ളവരാണ്, കോടതി പറഞ്ഞതാണ്. എന്താണ് ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനും ആ ആക്ഷേപം പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കും പറയാനുള്ളത്? കോടതി നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ സർക്കാരിനെതിരെ നടത്തിയതാണെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി? കോടതി പറയാണ് പാരഗ്രാഫ് 8-ൽ കോടതിയുടെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി SITയെ അനാവശ്യ സമ്മർദ്ദത്തിലാക്കുന്നു. ആരാ സമ്മർദ്ദത്തിലാക്കുന്നതെന്നും കോടതി പറയുന്നുണ്ട്. കോടതി പറഞ്ഞ വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, എന്റെയല്ല. അടിസ്ഥാനരഹിതമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമായ റിപ്പോർട്ടുകളിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളുമാണ് ചെയ്യുന്നത്. ഇനി ഇത് എന്തിനാ ചെയ്യുന്നത്? കോടതി പറയുന്നു ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ, അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഹൈക്കോടതിയാണ് പറയുന്നത്, രണ്ടംഗ ബെഞ്ചാണ് പറയുന്നത്. സെൻസേഷണലിസം മാത്രമാണ് ലക്ഷ്യം, പിന്നെ ഒരു പ്രത്യേക അഭിപ്രായം ഉണ്ടാക്കിയെടുക്കലും ആണ് ഈ പ്രചരണങ്ങളുടെ ലക്ഷ്യം. അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നതും ജനവിശ്വാസം തകർക്കുന്നതുമാണ് ഈ പ്രചരണം, റിപ്പോർട്ടിംഗ്. ഇത് നീതിന്യായ സംവിധാനത്തിൽ, ക്രിമിനൽ ജസ്റ്റിസ്